ഹലോ, അപ്പോൾ ഇന്ന് പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേക തരത്തിലുള്ള എവിക്ഷനാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിന് മാല ഇടാനാണ് പറയുന്നത്. അപ്പോൾ അനുവും നൂറയൊക്കെ ഇടുന്നത്. അനുവിനോട് നൂറയുടെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു രണ്ടാളും കൊണ്ടുപോയിട്ട് ആദിലേക്കാണ് ഇടുന്നത്. അപ്പോൾ മറ്റുള്ളവരൊന്നും ഇവിടെ കളിക്കാൻ വന്നതല്ലേന്ന് ലാലേട്ടൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. സത്യമല്ലേ, ഈ ആദിലേക്ക് എന്താ ഇവിടെ പ്രത്യേകത ഉള്ളത്? ഈ ആദില വെറും ചീപ്പ് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത്. അനീഷിനോടൊക്കെ എന്തൊക്കെയാ ഈ ആദില സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നൂറ കുറച്ചും കൂടി ഒരു സോഫ്റ്റാണ്. പക്ഷെ ആദില ഭയങ്കര പോയ്സനാണ്. ആദിലേൻ്റെ സംസാരം ഭയങ്കര മോശമാണ്. അപ്പോൾ അതേപോലെ തന്നെ നെവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ മസ്താനും ആദിലും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഇവിടെ ഇവർ ഭയങ്കര ഗാങ്ങാണ്. ആദില, നൂറ, ഷാനവാസ്, അനുമോള്. ഇവർക്ക് പുറത്തുനിന്ന് പേഴ്സണലായിട്ടുള്ള വോട്ട് കിട്ടുക. അല്ലാതെ ഈ അനുമോളും ഷാനവാസൊന്നും ഇവരൊന്നും ആദിലൊന്നും ഇതുവരെ ഒരു ഗെയിമിൽ ഇവർ ജയിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ ലക്ഷ്മി പറഞ്ഞ കാര്യം, ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമാണ്. അത് മറ്റുള്ളവരുടെ കാര്യം വേറെ ആയിരിക്കും. പിന്നെ ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്തായാലും തെറ്റാണ്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ മക്കളുണ്ടാവും, ടി വി കാണുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടികളും വിചാരിക്കൂലേ ഞങ്ങൾക്കും ഇങ്ങനെ ആയാലോ എന്ന് അവരെ മനസ്സിലും തോന്നിപ്പോവും ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടാൽ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ വളർന്നു വരുന്ന തലമുറകൾ ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് കണ്ടാൽ. എന്തായാലും ആദില ഔട്ടായിട്ട് നൂറ ഒറ്റയ്ക്ക് കളിക്കണം. ശരിക്കും അതാണ് വേണ്ടത്.